ഞാൻ നിങ്ങളുടെയൊക്കെ പ്രായത്തിലേ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചോദിക്കും കേട്ടോ. തോട്ടം വാങ്ങുമ്പോ ഇയാള് നല്ല ജോലി വിട്ടിട്ട് ഇങ്ങനെ തോട്ടം ബബ്ലോ സ്മാരകം ഉണ്ട്, പക്ഷെ വളർന്നിട്ടില്ല, ചെറുത്. ഇത് സീസൺ അല്ല, ഇത് നോൺ സീസൺ ആണ്. ഇപ്പോഴത്തെ ഈ സൈഡ് മുഴുവൻ ഫ്രൂട്ട്സുകളാണ്. ശരി, അത് പൂളമരം. ബബ്ലോ സ്മാരകം ബബ്ലോ സ്മാരകം പുളി മധുരപ്പുളി. ഇത് പുളി തൈവാനിന്നൊക്കെ പാക്ക് ചെയ്ത് വരുന്നില്ലേ പുളി, മധുരപ്പുളി. മധുരമായിരിക്കും ഇതിന്, പുളിയല്ല. വാളംപുളി മാതിരി ഉണ്ട് കാണാൻ. എന്താ ഇത് സ്റ്റാർ ഫ്രൂട്ട്, പലതരം സ്റ്റാർ ഫ്രൂട്ട്. അത് അവിടെ ഉണ്ട് മാഷ, അവിടെ നിന്ന് പറിക്കാൻ നോക്കും. പിള്ളേർക്കൊക്കെ പറിച്ചു കൊടുക്കും. അതിന്റെ തയ്യ ലിച്ചി, ഇന്ത്യൻ ലിച്ചി. ഇത് ഞാവലാണ്. ഞാവൽ മരം. ഞാവലുള്ളത് മഹാരാഷ്ട്രയുടെ ഞാവല. മഹാരാഷ്ട്ര ഞാവൽ. ഒരാളിരിക്കും, വന്നിട്ട് വലിച്ചോണ്ട് പോകും. പാള. നിങ്ങളൊക്കെ അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും? അതിലിരിക്കും, ഇതിൽ പിടിച്ചോണ്ട്. കൂടൂർപ്പുഴ, പുഴയുടെ തീരത്ത് മനോഹരമായൊരു കൃഷിത്തോട്ടം. ഇതാണ് അത്തി, കാട്ടത്തി. നമ്മൾ പറയുന്ന അത്തി, കാട്ടത്തി. നമുക്ക് ഈ കുട്ടികളെ ഒരുപാട് ഇരുത്തിട്ടേ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാല്ലേ? കുട്ടികളെ ഈ തെങ്ങ് നോക്കി, ഒരു തെങ്ങ് സൂര്യപ്രകാശത്തിനനുസരിച്ച് ചൈനീസ് ഓറഞ്ച്. ഈ കുഞ്ഞിനെ അവിടെ പോയി ഇതിപ്പോ
എങ്ങനെ ഇവിടെ കിട്ടും? കേരളത്തിൽ കിട്ടുമോ? ഇതിപ്പോ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇത് പ്രത്യേകം നോക്കി അടിയിലൊരു വേറെ ഇതാണ് ബ്രിട്ടൻ ഗ്രേപ്പ്. അതെ അത് ബ്രിട്ടൻ ഗ്രേപ്പ്. ഇത് 2 കളറുണ്ട്, ഒന്ന് യെല്ലോയും ഒന്ന് റെഡും ആണ്. ഇതൊക്കെ ഒരു തൈക്ക് 1500 2000 രൂപയ്ക്കാണ് വില. ചെറിയ തൈ, ഒരു കൊച്ചു തൈ. ഇപ്പോൾ കൊണ്ടുവന്നിപ്പോൾ 3 വർഷം, അടുത്ത വർഷം കായ്ക്കും. മിൽക്ക് ഫ്രൂട്ട്. പക്ഷെ എത്രയല്ലേ എടുക്കേണ്ടത്? അതാണ് എടുക്കേണ്ടത്. സ്റ്റാർ ഫ്രൂട്ട്സ്. എല്ലാവർക്കും തരാം, എല്ലാവർക്കും തരാം, ആർക്കും തരാറില്ല, എല്ലാവർക്കും പഴുത്തത് അല്ല. ഇത് തിന്നാ എങ്ങനെ തിന്നാം? കടിച്ചതല്ലേ? ഞാൻ പഴുത്തത് തിന്നാൻ പറ്റുമോ? തിന്നാൻ പറ്റുമോ? മധുരച്ചെറി. ഇതും പുതിയൊരു ഇനം ചെറിയാണ്. മലേഷ്യ ഇതും ഒരു ഫിംഗർ ലെമൺ. പാമാണ്. നമ്മുടെ ഈന്തപ്പനയൊക്കെ മാതിരി ഒരു ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന പാമാണ്. അതായത് ഒരൊറ്റ ഇലയേ ഉള്ളൂ. ആ ഒറ്റ ഇലയുള്ള തൈക്ക് 2000 രൂപയാണ് വില. അത് പിടിച്ച് കിട്ടിയില്ലെങ്കിൽ 2000 രൂപ പോയി. പിടിച്ച് കിട്ടിയാൽ ഇതും അതുപോലെ തന്നെ. ഇത് ഫിംഗർ ലെമൺ ആണ്. ഐസ്ക്രീം ബീൻസ് പോലെ ഉണ്ടാവും. ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. ഫ്രൂട്ട്സാണ്. ഇപ്പം നല്ല ഒക്കെ വില കൊടുത്ത് മേടിച്ചോണ്ട് ഇതിനെ ഇവിടെ നിന്ന് ഡെവലപ്പ് ആയി ഇത് കുറച്ചും കൂടി ഗ്രോത്ത് ആയിട്ട് വേണം. ഉണ്ട് 2 ചട്ടിയിലിരിക്കുന്നത് തരുന്നില്ലേ? ഇത് വെറ്റില. വെറ്റില. ഇല്ലേ? 2 തരം വെറ്റിലയില്ലേ? ചെറിയ എരിവ് പോലെയുണ്ട്. കൽപ്പൂരത്തിന് വെറ്റിലയുടെ തണ്ടും ചുവന്നുള്ളിയും വാട്ടിപ്പിഴിഞ്ഞ് നീരെടുത്ത് ചെറിയ ഉള്ളി പനങ്കൽക്കണ്ടും ചേർത്ത് കൊടുത്താൽ കഫക്കെട്ടിന് നല്ല മരുന്ന്. സ്റ്റാർ ആപ്പിൾ. ഒരു സൈഡ് ഗോൾഡനും ഒരു സൈഡ് അതാ. ഇതാണ് ഇതിൻ്റെ കായ. ഇത് പഴുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഇതിൻ്റെ ഞാവല് മാതിരി ഉണ്ട്. കുറച്ചും കൂടി വലുപ്പം വരും. സ്റ്റാർ ആപ്പിൾ. അടലോടൊക്കെ തിരഞ്ഞെടുക്കാനുള്ളതിൻ്റെ മെയിൻ റീസൺ മരണം വരെ അധ്വാനിച്ച് ജീവിക്കുക. അത് ഇതിന് മാത്രമേ നടക്കുള്ളൂ. മരിക്കുന്നത് വരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ഒരു കാർഷിക രംഗത്ത് നിൽക്കുന്നവർക്ക്. പിന്നെ കാർഷിക രംഗം എന്ന് പറയുന്നത് സംതൃപ്തികൾ മാത്രം തരുന്നൊരു രംഗമാണ്. നമുക്കതിനെ ശപിക്കാനാണെങ്കിൽ എന്തും ശപിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. കാരണം അത് നഷ്ടമായി പോയി, ഇത് നഷ്ടമായി പോയി, അത് കൃഷിനാശം വന്നു, ഇത് കൃഷിനാശം വന്നു, അവിടെ ചാഴി വന്നു, ഇവിടെ പുഴു വന്നു എന്ന് പറഞ്ഞ് ശപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് മാത്രമേ കാർഷിക രംഗത്ത് സമയമുണ്ടാവുള്ളൂ. അതിനെക്കുറിച്ച് നന്ദി പറയാനാണെങ്കിൽ എപ്പോഴും നന്ദി മാത്രം പറയാനേ ഉള്ളൂ കാർഷിക മേഖല. കൃഷിക്ക് എപ്പോഴും നന്ദി പറയാൻ പഠിക്കണം. നന്ദി പറയുമ്പോൾ മാത്രമേ നമുക്ക് അതിൽ നിന്ന് അനുഭവം കിട്ടുള്ളൂ. അതാണ് പ്രകൃതി, അതാണ് ദൈവം, അതാണ് എല്ലാം. അപ്പോൾ നമ്മൾ അതിനോട് പരിഭവം പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിൽ നിന്ന് നമുക്കൊന്നും പ്രതിഫലമായിട്ട് കിട്ടില്ല. പരിഭവം പറയാതെ ആ കിട്ടുന്നതിനോട് നന്ദി പറയുക. അതാണ് ദൈവത്തോടുള്ള നന്ദി. നമുക്ക് തന്നതിനോട്, തരാത്തതിനോടല്ല. കിട്ടിയത് എന്തോരം നമുക്ക് കിട്ടിയിട്ടുണ്ടോ അതിന് നന്ദി പറയുക. കിട്ടാത്തതിനോടുള്ള പരിഭവമല്ല. കിട്ടാത്തതിനോടുള്ള പരിഭവം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്കൊന്നും നേടാൻ കഴിയില്ല. കിട്ടിയതിനോടുള്ള നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ വീണ്ടും മുമ്പോട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അപ്പം നമ്മൾ നന്ദിയുള്ള മനുഷ്യരായിട്ട് ജീവിക്കാനാണ് പഠിക്കേണ്ടത്. എന്തായാലും
എന്താണ്? നന്ദിയും കടപ്പാടും. നമുക്ക് ദൈവം തന്നതിനോടൊക്കെ നന്ദി പറയുക, ഇല്ലാത്തതിനോട് പരിഭവം പറയുകയും ഉള്ളവൻ്റെ കണ്ടിട്ട് എനിക്കത് ഇല്ലല്ലോ എന്ന് വിചാരിക്കാതെ എനിക്കിതുണ്ടല്ലോ, എനിക്കില്ലാത്തത് പലതും ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ മുമ്പിൽ കാണുന്നില്ലേ? തെരുവിൽ കൂടെ തെണ്ടി നടക്കുന്ന, ഭിക്ഷാടനത്തിന് നടക്കുന്ന ആൾക്കാരുണ്ട്, എണീറ്റ് നടക്കാൻ വയ്യാത്ത ആൾക്കാരുണ്ട്, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഇല്ല. നിങ്ങൾക്ക് അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് തന്ന് നിങ്ങൾക്ക് അതിനോട് നന്ദി പറയുക. അതിനേക്കാൾ കൂടുതലുള്ളവരെ നോക്കി എനിക്കത് ഇല്ലല്ലോ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇത്രയൊക്കെ എനിക്ക് തന്നല്ലോ എന്നോർത്ത് അതിന് നന്ദി പറയുക. അപ്പോൾ നമ്മുടെ ജീവിതം സഫലമാകും. അപ്പോൾ മാത്രമേ ജീവിതം സഫലമാകൂ.